اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആഘോഷമാണ്. ആഘോഷം അതിരിവിടാനുള്ളതല്ല, അർമാദിക്കാനുള്ളതല്ല, ആനന്ദമാണ്. ആനന്ദം എന്നുള്ളത് ഇബാദത്തിലൂടെയാണ്. ദിക്റുകളും തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ കൂടി ഒതുങ്ങുന്നതാണ് പെരുന്നാളിലെ ആഘോഷം. ഇബ്രാഹിം മില്ലത്താണ് ഇത്. നാടും നഗരവും സന്തോഷം കൊണ്ട് ആനന്ദിക്കുന്ന രംഗമാണിത്. വലിയവനാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. ഞാനാണ് വലിയവൻ എന്നുള്ള അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവനെ തകർക്കുവാനും താഴ്ത്തുവാനുമുള്ള വെമ്പലുണ്ടാവുക. അവിടെയാണ് അല്ലാഹു അക്ബർ എന്നുള്ളത് മാതൃകയാവേണ്ടത്. ഞാൻ വലിയവനല്ല എന്ന പ്രഖ്യാപനമാണ് തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ ഹസ്ബി അല്ലാഹ് എന്ന പ്രഖ്യാപനത്തിനോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്. ഒരു കുടുംബത്തിന്റെ കഥയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ. ഒരു കുടുംബ ചിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്നത്. നല്ല ഒരു പിതാവ്, നല്ല ഒരു ഭാര്യ, നല്ലൊരു മാതാവ്, നല്ല ഒരു ഭർത്താവ്, നല്ല മക്കൾ, അങ്ങനെ കുടുംബത്തിന്റെ ഒരു ചിത്രകഥ പോലെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. സർവ്വലോകത്തേക്കും സർവകാലത്തേക്കുമുള്ള മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്, ഖുൽ, നബിയെ പറയണം, സദഖല്ലാഹ്, അല്ലാഹു സത്യപ്പെടുത്തിയിരിക്കുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റണം എന്നാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഹനീഫായ ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റണം. എന്താണ് കാരണം? വമാ അന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. ശിർക്കിനോട് വളരെ വെറുപ്പായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും വെറുപ്പ് ശിർക്കിനോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം പിതാവിനെ പോലും ഒഴിവാക്കിക്കൊണ്ട് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. പിതാവിനോട് വെറുപ്പുണ്ടായിരുന്നില്ല, പിതാവിനോട് ദേഷ്യമുണ്ടായിരുന്നില്ല. പിതാവിന്റെ മുന്നിൽ കൃത്യമായി ഏതാണ് മകൻ
എങ്ങനെയാവണം മകൻ എന്ന ചരിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. പിതാവ് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ കല്ലെറിയും, നിന്നെ ഞാൻ അട്ടിയോടിക്കും എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അക്ബർ, ഞാനല്ല വലിയവൻ, എന്റെ റബ്ബാണ് വലിയവൻ എന്ന ബോധമുള്ളത് കൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ അബതി, എന്റെ പൊന്നുപ്പ, സലാമുൻ അലൈക, അസ്സലാമു അലൈക്കും. ഞാനിതാ, നിങ്ങൾ എന്നെ എറിയേണ്ടതില്ല, നിങ്ങൾ എന്നെ അട്ടിയോടിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ കളവാക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല, ഞാൻ തന്നെ ഇറങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറയുന്ന മകൻ ആ പിതാവിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗ്ഫാർ തേടുന്ന ഇബ്രാഹിം നബി മകനാണ് അവിടെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കുന്ന ഒരു ചരിത്രമായി കാണുന്നത്. മുദബ്ബിറുൽ ആലം, ആരൊക്കെയോ ആണെന്ന് വിശ്വസിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇവിടെ അല്ലാഹു അക്ബർ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ പോലും ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, അല്ലാഹയാണ് പരമേൽപ്പിക്കാൻ എനിക്ക് ഏറ്റവും നല്ലവൻ എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കറിയാം, ഒന്നുകൂടി പറഞ്ഞു, ഹുവ മൗലാക്കും, അല്ലാഹയാണ് നിങ്ങളുടെ വലിയ എന്ന് പഠിപ്പിക്കുകയാണ്. മില്ലത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിം എന്നുള്ള പേര് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമാണ് ഇബ്രാഹിം നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമാണ്, ആദം നബി മുസ്ലിമാണ്. മുസ്ലിമായ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് ഇബ്രാഹിം മില്ലത്ത് പിൻപറ്റുക എന്നുള്ളത്. എന്താണ് ഇബ്രാഹിം മില്ലത്ത് നമുക്ക് പഠിപ്പിച്ച മറ്റൊരു പാഠം? ലബ്ബൈക്കയുടെ പാഠമാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, എല്ലാവരും വിളിക്കുത്തരം കൊടുക്കുകയാണ്. ഹാജിമാർ അവിടെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിയവരാണ് ഞങ്ങൾ. അല്ലാഹു ഇതുവരെ ഹജ്ജിനോ ഉംറക്കോ പോകാൻ കഴിയാത്തവർക്ക് അതിനൊരു തൗഫീഖ് നൽകുമാറാവട്ടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി എന്നാണ്. ഹാജറിന്റെ വിളിയാണത്, ഇസ്മായിലിന്റെ വിളിയാണത്, ഇബ്രാഹിമിന്റെ വിളിയാണത്. അവൾ ഒരുപാട് മക്കളുണ്ടായിട്ട് ഒരു മോനെ അറുക്കണമെന്നല്ല, ആറ്റുനോറ്റുണ്ടായ ഒരു മകൻ, ആ മകനെ അറുക്കണമെന്നായിരുന്നു അല്ലാഹുവിന്റെ കൽപ്പന. ആറ്റുനോറ്റുണ്ടായ മകനായിട്ട് പോലും അതിന് അർപ്പിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായി. ഹനീഫ, മുസ്ലിമ, അദ്ദേഹം ഹനീഫ ആയതുകൊണ്ടാണ്, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമിനോട് അല്ലാഹു പഠിപ്പിച്ചു, നീ മുസ്ലിം ആവണം എന്ന്. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അല്ലാഹുവേ ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമുക്കറിയാം ഇവിടെ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഭീകരതകളും ഒക്കെയുണ്ട്. ദാരിദ്ര്യം ഉണ്ടാകുമ്പോ ഒരു വിശ്വാസി ഓർക്കേണ്ടത്, ദാരിദ്ര്യത്തിന് നേരത്ത് ഒരു മുഅ്മിൻ ഓർക്കേണ്ടത്, എന്റെ ദാരിദ്ര്യം എന്നുള്ളത് അല്ലാഹുവിലേക്ക് വിടാം എന്നുള്ളതാണ്. നമുക്കറിയുന്ന ആയത്തുണ്ട്, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ ചികിത്സിക്കാൻ, രോഗത്തെ സുഖപ്പെടുത്താൻ അല്ലാഹു ഉപരിലോകത്തുള്ള റബ്ബുണ്ട് എനിക്ക് എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മനുഷ്യ രോഗിയാകുമ്പോ ഒന്ന് ഓർക്കാൻ തയ്യാറാവണം, എനിക്ക് എന്റെ ഖജനാവിന്റെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്, ആ അല്ലാഹുവിന്റെ കയ്യിലാണ് എന്റെ എല്ലാ ആധിപത്യവും. അതുകൊണ്ട് തന്നെ രോഗിയായാൽ ആ രോഗത്തെ മാറ്റുവാൻ, ആ രോഗത്തെ നിയന്ത്രിക്കുവാൻ എനിക്ക് എന്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ്, ഈ പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകുന്നത്. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാടപ്പോ, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുമ്പോ നാം ആലോചിക്കേണ്ടത് അല്ലാഹുവിന്റെ അടുക്കലാണ് ഖജനാവുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദരിദ്രനായ സുഹൃത്തെ, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ എന്തും റബ്ബിനോട് പറയാം. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ റബ്ബിലേക്ക് അഴിച്ചുവിടാം, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ റബ്ബിലേക്ക് എത്താം. ആ ഉപരിലോകത്തിൽ അള്ളയുണ്ടല്ലോ, അവരിലേക്ക് അർപ്പിക്കുവാൻ തയ്യാറാവുക. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ആ രൂപത്തിൽ എല്ലാ രംഗങ്ങളിലും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തവൻ അവനാണ്. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പ്രാർത്ഥനകളും അർത്ഥനകളും നേർച്ചകളും നേർച്ച വഴിപാടുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അർപ്പിച്ചത് റബ്ബിനോടാണ്. മക്കളില്ലാതായപ്പോ, പ്രയാസപ്പെട്ടപ്പോ, മക്കൾക്ക് വേണ്ടി കൊതിച്ചു പോയപ്പോ, കുഞ്ഞിക്കാലിന് വേണ്ടി ആഗ്രഹിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്നാണ് പ്രാർത്ഥിച്ചത്. വെറും കുട്ടിയെ തരണേ എന്നല്ല, സ്വാലിഹായ കുട്ടിയെ തരണമെന്നായിരുന്നു. നമുക്കുണ്ടാവേണ്ടത് സ്വാലിഹായ മക്കളാണ്. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്ക് സ്വാലിഹായ മക്കളെ പ്രദാനം ചെയ്യുമാറാവട്ടെ.
സഹോദരന്മാരെ, സ്വാലിഹായ മക്കളെ കിട്ടുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഏതൊരു കുടുംബത്തിന്റെയും ആഗ്രഹമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവസാന കാലത്തും പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. റബ്ബിജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, നിസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണം. അത് മാത്രം പോരാ, എന്റെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ എന്നാണ്. നമുക്കറിയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ എന്നാണ്, കൺകുളിർമ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്ന പ്രയോഗമായിരിക്കണം അത്. ഉപ്പ ചരിച്ചു കിടത്തിക്കോ, മലർത്തി കിടത്തുമ്പോ, ഉപ്പ അറുക്കാൻ നോക്കുമ്പോ, എന്റെ മുഖം കാണുമ്പോ ഉപ്പാക്ക് ചിലപ്പോ അലിവ് തോന്നിയേക്കാം. അതുകൊണ്ട് എന്റെ ഉപ്പ എന്നെ ചരിച്ചു കിടത്തണം. ഇത് ഖുർആനിന്റെ വാക്കുകളാണ്. ഉപ്പ എന്നെ ചരിച്ചു കിടത്തണം. അങ്ങനെ ചരിച്ചു കിടത്തി നിങ്ങൾ അറുക്കാൻ നോക്കിക്കോ എന്ന് പറയുന്ന അനുസരണയുള്ള മകനായിരിക്കണം നമ്മൾ, അനുസരണയുള്ള പിതാവായിരിക്കണം നമ്മൾ. നല്ലൊരു കുടുംബജീവിതമാണ്. ഹാജർ പറയുകയാണ്, അല്ല ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഇത് എന്ന് ചോദിക്കുന്ന ഭാര്യ, അതേ എന്ന് മറുപടി പറയുന്ന ഭർത്താവ്. അവിടെ തവക്കുലിന്റെ പരിപൂർണ രൂപമാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാവേണ്ടതാണ്. അശാന്തിയുടെ നാട്ടിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. മറ്റൊരു ആയത്തിൽ റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, എന്റെ നാട്, എന്റെ വീട്, എന്റെ കുടുംബം നിർഭയത്വമുള്ള സമാധാനമുള്ള വീടാക്കി, നാടാക്കി, കുടുംബമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വലില്ലാഹിൽ ഹംദ്. എല്ലാ അർപ്പണവും അല്ലാഹുവിനാണ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്, എല്ലാ തക്ബീറും അല്ലാഹുവിനാണ്. ഇരിക്കുവാനും നടക്കുവാനും കിടക്കുവാനും ചിരിക്കുവാനും കരയുവാനും എല്ലാത്തിനും ആരോഗ്യം എന്ന റബ്ബ്, നോക്കുവാൻ ആരോഗ്യം എന്ന റബ്ബ്, രാവിലെ വെള്ളം കുടിക്കുവാൻ, എഴുന്നേൽക്കുവാൻ, എഴുന്നേൽക്കുവാൻ, പരസഹായമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഒക്കെ ആരോഗ്യം തന്ന എന്റെ റബ്ബുണ്ടല്ലോ. വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. നീ ആ ഉന്നതനായ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. അയ്യാമു തശ്രീഖിന്റെ ഈ മുദ്ദിനങ്ങൾ കൂടി 13 വരെ അസ്ർ വരെ തക്ബീറുകളുമായി മുന്നോട്ട് പോകണം. നമ്മുടെ വാഹനത്തിൽ നാം തക്ബീറുകൾ മുഴക്കണം. ഇയർഫോൺ ഇട്ട്, ഹെഡ്ഫോൺ ഇട്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രകളിൽ അല്പമെങ്കിലും തക്ബീറിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. നമ്മുടെ വീടുകളിൽ മറ്റുള്ള പാരഡി ഗാനങ്ങൾ കേൾക്കുമ്പോൾ സഹോദര സഹോദരി തക്ബീറിന്റെ ശബ്ദം വീട്ടിൽ മുഴങ്ങട്ടെ. പള്ളിയിലേക്ക് പോകുമ്പോ, പള്ളിയിൽ ഇരിക്കുമ്പോ, വെറുതെ ഇരിക്കുമ്പോ തക്ബീറിന്റെ ശബ്ദം മുഴങ്ങട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോ റബ്ബേ, നീ മാത്രമാണ് വലിയവൻ, നീ തന്നെയാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്ന പ്രഖ്യാപനം മനസ്സിലുണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ നാം ഓർക്കേണ്ടത് ആർദ്രതയുടെ, നന്ദിയുടെ ഒരു വാക്കുകളാണ്. ആർദ്രതയുടെ കൽബ് നമുക്കുണ്ടാവണം. ഊട്ടാൻ നമുക്ക് തയ്യാറാവണം. ഉണ്ണിയാൽ പോരാ, ഊട്ടുവാനും തയ്യാറാവണം. ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ നാം അവരുടെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവണം. ഫലസ്തീൻ നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഗസ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. പ്രയാസങ്ങളുമായി, പ്രശ്നങ്ങളുമായി, പീഡനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതുപോലെ ഒരുപാട് സമൂഹം നമ്മുടെ ഓർമ്മയിൽ വരേണ്ടതുണ്ട്. പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആശുപത്രികളിൽ കിടക്കുന്ന രോഗികളെ നാം ഓർക്കേണ്ടതുണ്ട്. വാട്ടർ പെറ്റിൽ കിടക്കുന്ന രോഗികളെ നാം ഓർക്കേണ്ടതുണ്ട്. ഒരാളെയും നമുക്ക് മറന്നു പോകാൻ പാടില്ല. ഭക്ഷണം കഴിക്കാതെ എന്റെ അറിവിൽ, എന്റെ ഓർമ്മയിൽ ഒരാളും ഉണ്ടാവില്ല എന്ന ഒരു പ്രഖ്യാപനം നമ്മളെല്ലാവരും ഈ നേരത്ത് നടത്തേണ്ടതുണ്ട്. ആർദ്രതയുടെ മനസ്സ് നമുക്കുണ്ടാവണം. ഉദഹിയത്ത് അറുക്കാൻ പോകുന്നവരാണ് നമ്മൾ. ഇന്നും നാളെയും മറ്റന്നാളുമായി നമ്മൾ ഉദഹിയത്ത് അറുക്കും. ആ ഉദഹിയത്തിന്റെ സ്ഥലങ്ങളിലേക്ക് നാം എത്തിപ്പെടേണ്ടതുണ്ട്. അവിടെ തക്ബീറുകൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഉദഹിയത്ത് നേരം നാം പോകേണ്ടതുണ്ട്. ഫോട്ടോ എടുക്കാനല്ല, സെൽഫി എടുക്കാനല്ല, സ്റ്റാറ്റസ് വെക്കാനല്ല, അല്ലാഹുവിന്റെ മുന്നിൽ സ്റ്റാറ്റസ് ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ അമലുകൾ എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഒരു നേരം ഉണ്ടാവേണ്ടതുണ്ട്. പ്രയാസപ്പെടുന്നവർ പലരും ബുൾഡോസറുകളെ കൊണ്ട് വീടുകൾ തകർക്കപ്പെട്ട് കിടക്കുന്നു. ചില ആളുകൾ ഓവുചാലുകളിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് പുറത്തും അകത്തുമൊക്കെ അത് ആദർശത്തിന്റെ പേരിലാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാടുകൾ കറങ്ങി നടന്നിട്ടുണ്ട്. ടൂറ് പോയതല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു. ആ യാത്ര പോയത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എന്നുള്ള പ്രഖ്യാപനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു.
ഈ ഒരു പ്രഖ്യാപനമാണ്. വീട് വിട്ടിറങ്ങുമ്പോ, ജോലിക്ക് പോകുമ്പോ, യാത്രകളിൽ പോകുമ്പോ നമ്മുടെ മനസ്സിനെ അലട്ടേണ്ടത് എന്റെ കൂട്, എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട് എന്നാണ്. എല്ലാത്തിന്റെയും ഖജനാവിന്റെ ഉടമസ്ഥനായ എന്റെ അല്ലാഹ് ആരോഗ്യവും രോഗവും എല്ലാം എനിക്ക് തരുന്നത് എന്റെ റബ്ബാൻ. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. അതുകൊണ്ട് തന്നെ ആ ബോധത്തോടു കൂടി നാം ജിഹാദിനെ പുറപ്പെടേണ്ടതുണ്ട്. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി. ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക തോക്കോ, ബോംബോ, പടയെങ്കിയോ, കൊല്ലയോ, കൊലയോ ഒക്കെയാണെങ്കിൽ സഹോദര, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ജിഹാദ് എന്നുള്ളത് 24 മണിക്കൂർ നടക്കേണ്ട ഒരു സംഗതിയാണ്. ജിഹാദ് എന്നുള്ളത് യുദ്ധം ജിഹാദാണ്. പക്ഷെ ജിഹാദ് എല്ലാ ജിഹാദും യുദ്ധമല്ല. രാവിലെ എഴുന്നേൽക്കുന്നവൻ ജിഹാദിൽ ഏർപ്പെട്ടവനാണ്. ജിഹാദ് അവനവനോട് വേണം എന്നാണ്. ജിഹാദ് എല്ലാ സമയവും വേണമെന്നാണ്. എന്നാൽ യുദ്ധം ഹറാമാക്കിയ മാസങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ഹറാമാക്കിയ മാസം പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം അവനവന് നേരെ പറ്റില്ല, മറ്റുള്ളവർക്ക് നേരെയാണ് യുദ്ധം ഉണ്ടാവുക. എങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി. നിങ്ങൾ ജിഹാദിൽ ഏർപ്പെടണം എന്ന പ്രഖ്യാപനം ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. എന്നെ എങ്ങനെ മറിച്ചിട്ടാൽ പോലും അല്ലാഹു അല്ലാത്തവരിലേക്ക് അഭയമർപ്പിക്കാൻ ഞാൻ തയ്യാറല്ല, തയ്യാറാവുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. കാരണം ഞാൻ എന്റെ മുഖം തിരിച്ചത് എന്നെ സൃഷ്ടിക്കുന്ന എന്റെ പരിപാലകനായ റബ്ബിലേക്കാണ്. ഞാൻ ഹനീഫാണ്, ഞാൻ മുസ്ലിമാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ മുശ്രിക്കല്ല എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. ഒരു വാക്ക് കൂടി പറയാം. സദഖ നാം വിട്ടുപോകാൻ പാടില്ല. പെരുന്നാളിൽ സദഖത്ത് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ പുറത്തുള്ള ബക്കറ്റിൽ നിക്ഷേപിക്കണം. സ്ത്രീകളും ആ വിഷയം ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തോടു കൂടി സർവാത്മന എത്രയാണോ പറ്റുക പരമാവധി ആ വിഹിതത്തിലേക്ക് കൊടുക്കുവാൻ തയ്യാറാവണം എന്ന് ഓർപ്പിക്കുകയാണ്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ദുആഅനാ ഖിയാമനാ സലാത്തനാ. അല്ലാഹുവേ, എല്ലാ അമലുകളും നമ്മൾ സ്വീകരിക്കുമാറാവണേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. الله أكبر، الله أكبر، الله أكبر. لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد. ഇതിനേക്കാൾ നല്ല സന്തോഷത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും തൗഫീഖും ഈമാനും നൽകുമാറാവട്ടെ. എല്ലാം കാണും അല്ലാഹുവേ, നിന്റെ പരലോകത്ത് ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടി ഒരുമിക്കുന്നവർ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാം കാണുന്ന റബ്ബേ, പെരുന്നാളിനെ അതിന്റെ പവിത്രതയോടുകൂടി നിലനിർത്തുവാൻ, പവിത്രതയോടുകൂടി ആഘോഷിക്കുവാൻ, ഇതിനേക്കാൾ നല്ല ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇബ്രാഹിം മില്ലത്തിൽ ഞങ്ങളെ നീ അയക്കണേ അല്ലാഹ്. ഇബ്രാഹിം മില്ലത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ഖബർ നീ സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റി കൊടുക്കണേ അല്ലാഹ്. രോഗികളായ ആശുപത്രിയിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. അവർക്ക് നീ മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്നവർ, അവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അൻസുർ അലാ ഇഖ്വാനിനാ ഫലസ്തീൻ. اللهم انصر على إخواننا المسلمين. اللهم انصر على إخواننا المؤمنين. الله أكبر. اللهم ربنا تقبل منا إنك أنت السميع العليم. تقبل منا دعاءنا وصلاتنا وصيامنا. اللهم تقبل منا صلاتنا وصيامنا وقيامنا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. الله أكبر، الله أكبر، الله أكبر، الله أكبر، الله أكبر، الله أكبر.
لا إله إلا الله الله أكبر الله أكبر ولله الحمد تقبل الله منا ومنكم എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.